മിസ്റ്റർ പത്മകുമാറിയുടെ എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമുണ്ട്. ഞാൻ PV അൻവറിനെ വല്ലാതെ പിന്തുണയ്ക്കുന്നു എന്ന്. ഇപ്പോൾ ഈ ചർച്ചയിൽ ഇതുപോലുള്ള ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പത്മകുമാർ പറയാണ് വയനാട് ദുരന്തം അതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ ഞാനതിനെ പിന്തുണയ്ക്കും. പത്മകുമാറുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊരുത്തല്ലത്. ആ പാർട്ടി അത് പറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇവിടെ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നേരത്തെ അതിൽ പകുതിയും ഞങ്ങൾ ഉയർത്തിയതാണ്. ഇപ്പോൾ ഈ ഉയർത്തിയ പ്രശ്നങ്ങളിൽ ഇന്ന് പുതിയ രൂപം വന്നിട്ടുണ്ട്. അപ്പോൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് ആരാണ് മറുപടി പറയുക? ഈ അരുൺകുമാർ ഒന്നും വിടുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായി മനുഷ്യന് ബോധ്യമാകുന്ന മറുപടി പറയുന്നില്ല. അതാണ് ഞാൻ ഇവിടെ ഉന്നയിച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അരുൺകുമാർ ഇവിടെ പറഞ്ഞു 114 ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ആ 114 പോലീസുകാരുടെ പേര് പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിലൊന്ന് IPS വിജയനാണ്, മുമ്പ് കോഴിക്കോട്ട് കമ്മീഷണറായിരുന്ന ആൾ. എലത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾക്ക് വാർത്ത ചോർത്തിയെന്ന് പറഞ്ഞിട്ടാണ്. ഒരു ഉദ്യോഗസ്ഥനാരാ? ഈ വിവരാവകാശപ്രകാരം സുനിൽ കുമാറിന് മറുപടി കൊടുത്തോനാ. മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് സ്വദേശിയായ ഒരു പോലീസുകാരൻ ഈ സുജിത് ദാസിൻ്റെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരം മുഖ്യമന്ത്രിക്ക് മെയിൽ ചെയ്തു. 9 മണിക്കൂറിനുള്ളിൽ സസ്പെൻഷൻ നടത്തി. ഇവർ പറഞ്ഞല്ലോ കോടതിയിൽ പോയി കളയാറിയും. അപ്പോൾ അത് സസ്പെൻഡ് ചെയ്തല്ലോ. ഈ മരമുറി കേസ് തന്നെ ഈ ആരാ പരാതിപ്പെട്ടത്? ഒരു മുൻ SI ആണ്, സസ്പെൻഡഡ് ആയ SI. ഈ പുറത്താക്കിയ ആളുകൾ ആരെയാ ഈ 114? അതിൽ 95% ഈ കള്ളക്കടത്ത് സ്വർണ്ണ കൊലപാതക മാഫിയ എന്ന് അൻവർ ആരോപിച്ച ഈ ടീമാണ്. ഇവർക്ക് അന്വേഷണമൊന്നും വേണ്ട പുറത്താക്കാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, സാജൻ സ്കറിയ വിഷയം പറഞ്ഞപ്പോൾ ഇപ്പോൾ പത്മകുമാറും അരുൺകുമാറും എന്താണ് ഞങ്ങളുടെ നാട്ടിൽ ഭാഷ ഡാച്ചമ്മൽ ആച്ചാച്ച എന്ന് പറഞ്ഞതുപോലെ എന്തോ ഒരു ഐക്യത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോ ഉയർത്തിയപ്പം പിന്നെ നമ്മുടെ അരുൺകുമാറിനേക്കാളും പരിചയപ്പെടുന്നത് നമ്മുടെ സുഹൃത്ത് പത്മകുമാറാണ്. കാരണം എന്താ? ഇവിടെ 3ാം പിണറായി സർക്കാരും ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് BJP ആണ്. മനസ്സിലാക്കണം. കാരണം BJP ആണ് 2016 തൊട്ട് കേരളം ഭരിക്കുന്നത്. ഒരു സംശയം എനിക്ക് വേണ്ട. കാരണം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കേസ് എടുക്കുക. ഇവരെ പാർട്ടിയിലേക്ക് വന്ന ഒരു ഷുക്കൂർ വക്കീലുണ്ട്. ഈ ഷുക്കൂർ വക്കീൽ കൊടുത്തൊരു കേസുണ്ട്. ഒരു മുസ്ലിം പണ്ഡിതനെതിരെ കേസ് കൊടുത്തു, വിദ്വേഷ പ്രസംഗം നടത്തിയാണ്. ശശികലയ്ക്കെതിരെയും കേസ് കൊടുത്തു. ആ 2 കേസിൽ ആ മുസ്ലിം പണ്ഡിതനെതിരെ UAPA ചുമർത്തി അയാൾക്കെതിരെ നടപടിയെടുത്തു. ശശികലിനെ ഇതുവരെ കോൾ ഫോർ പോലും ചെയ്തിട്ടില്ല. ഇപ്പം അയാൾ നിങ്ങളെ പാർട്ടിയിലാണ്, ഞങ്ങളെ പാർട്ടിയിലാണ് സമയത്താണ് പരാതി കൊടുക്കുന്നത്. എന്താ ഇതിന് കാരണം? 2016 തൊട്ട് ഇവിടുത്തെ പോലീസ് അതാണ്. അതായത് പറഞ്ഞില്ലേ, കേരളത്തിൽ എന്തെങ്കിലും ഒരു വിദ്വേഷ പ്രസംഗത്തിനൊരു കേസ് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? ഈ കേരളത്തിൽ എന്തെല്ലാം വിദ്വേഷ പ്രസംഗങ്ങൾ ഇവിടെ നടന്നു? പോലീസ് നിശ്ചേഷ്ടമായി നോക്കി നിൽക്കുക. എന്താ ഇതിന് കാരണം? ഇവിടുത്തെ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അതാണല്ലോ ഞാൻ പറഞ്ഞു. ഈ സാജൻ സ്കറിയ എന്ന മറുനാടൻ വിഷം കർമ്മ, അതേമാതിരി സീഡ് TV, ഒരുപാട് ഈ വിഷം ഛർദ്ദിക്കുന്ന ഒരുപാട് ചാനൽ പറയുന്നത് ഒരു വിരലണക്കുന്നുണ്ടോ? ഒരു കേസ് പോലും എടുത്തിട്ടില്ല. അല്ല മിസ്റ്റർ ശാലിയം, കൃത്യമായി ജനങ്ങൾക്കറിയാലോ, ഈ മാറാട് കലാപം നടക്കുമ്പോൾ തീ തുപ്പുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചതാരാ? അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനെതിരെ രജിസ്റ്റർ ചെയ്ത 100 കണക്കിന് കേസുകൾ പിൻവലിച്ചതാരാ? MG കോളേജിൽ പോയി ആക്രമണം നടത്തി പോലീസുകാരെ ബോംബെറിഞ്ഞു കൊല്ലാൻ നോക്കിയ നിരവധി BJP-ക്കാർക്കെതിരായിട്ടുള്ള ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെടാൻ കഴിയുമോ? ഞാൻ UDF-ന്റെ നടപടിയെടുക്കാൻ എല്ലാവരും കൂടി പറഞ്ഞാൽ ആരെങ്കിലും പറയുന്ന കാര്യത്തിലെ അരാഷ്ട്രീയതയോ അല്ലെങ്കിൽ നിയമലംഘനമോ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയില്ല. അത് കേരളത്തിലെ ഈ തല്ലിപ്പൊളി BJP നേതാക്കളായിട്ടല്ല, അതൊക്കെ കേന്ദ്രത്തിലെ വൻ മരങ്ങളുമായിട്ടാ. ശരി, ഓക്കെ. അല്ലെങ്കിൽ ജാവദേക്കർ എന്തിനാ EP ജയരാജനെ വിട്ടുചേറി പേരക്കുട്ടിക്ക് കല്യാണം അന്വേഷിക്കാൻ പോയതാ? അതൊന്നും പറയുമ്പോൾ നേതാക്കളെ കാണുമ്പോൾ BJP നേതാവിന്റെ വീട്ടിലേക്ക് പ്രവാസ് ജാവദേക്കർ ഇന്ന് വരെ പോയിട്ടില്ല.
ഒരു ഞങ്ങളുടെ BJP ക്കാരൻ ജനാധിപത്യ വീട്ടിലേക്ക് രീതിയിലെ പോയി തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവിനെ ഈ മതപരമായ വിദ്വേഷം ഉണ്ടാക്കുന്നതിലും അതിന് ഈ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പുറകിൽ നിൽക്കുന്ന ചാലിയത്തിന്റെ പാർട്ടിയാണ്. അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇന്നുവരെ ഏതെങ്കിലും ഒരു ഈ മത തീവ്രവാദികൾ നടക്കുന്ന പ്രവർത്തനത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 100 അയച്ചു തരാം നിങ്ങൾക്ക് വിദ്വേഷ പ്രസംഗങ്ങൾ. ഇതുവരെ വേണ്ടി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾ തയ്യാറായിട്ടോ? പിന്നെ എല്ലാ കാര്യത്തിനും RSS നടപടി ചേർത്താൽ അതിനൊരു പിന്തുണ കിട്ടുമെന്നുണ്ടായിരുന്നത് പണ്ട്. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നടപടി ചേർത്താൽ അതിന് ജനപിന്തുണ കിട്ടുമെന്നുള്ളത് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും സാധാരണ ജനങ്ങളും മനസ്സിലാക്കി.